അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗുഡ് സ്റ്റാൻഡിങ് ചെയ്യാനുള്ള പേയ്മെൻറ്റ് അടയ്ക്കാൻ നോക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ലോഗിൻ ചെയ്യുക. നമ്മളുടെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നമ്മളത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കറൻറ്റ് സ്റ്റാറ്റസ് ഇങ്ങനെ കാണിക്കും. പേ ദ ഫീ ഫോർ ദ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്, അതുപോലെ വ്യൂ ദ ആപ്ലിക്കേഷൻസ് എന്ന് കാണിക്കും. അപ്പോൾ കേനെറ്റ് കാർഡാണ്, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഇവിടെ പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട് എത്രയാണ് എമൗണ്ട് എന്നുള്ളത്. 20 KD ആണ് നമ്മൾ അടയ്ക്കേണ്ട പേയ്മെൻറ്റ്. ഇവിടുത്തെ കേനെറ്റ് കാർഡ് വെച്ചിട്ടാണ് നമ്മൾ 20 KD പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്, പേ ദ സെലക്റ്റഡ് ആപ്ലിക്കേഷൻ ആൻഡ് പേ ദ ഓൾ ആപ്ലിക്കേഷൻ. ഇവിടെ നമ്മളിപ്പോൾ സെലക്റ്റഡ് ആപ്ലിക്കേഷൻ ആണ് എടുക്കുന്നത്. അപ്പോൾ അത് ടിക്കറ്റ് കൊടുക്കും. അതിനുശേഷം പേ ദ സെലക്റ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് എടുക്കും. അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്, ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഇഫ് പേയ്മെൻറ്റ് റെസിപ്റ്റ് ഹാസ് നോട്ട് ബീൻ ജനറേറ്റഡ് പ്ലീസ് വെയിറ്റ് ഫോർ 24 hours till system get updated. After 48 hours you can raise online complaint for missing the payment if payment receipt still missing. എന്നിട്ട് പിന്നെ പേയ്മെൻറ്റ് അടിക്കാനുള്ള ഒരു പോർഷനിലോട്ട് പോവും. അപ്പം നമ്മളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. എൻ്റെ ബാങ്ക് ഗൾഫ് ബാങ്ക് ആയതുകൊണ്ട് ഞാനിവിടെ ഗൾഫ് ബാങ്കിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാനിവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടച്ചതിന് ശേഷം അത് സബ്മിഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഈ ഡീറ്റെയിൽസ് വരും. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഈ ഒരു പോർഷനിൽ ചില ആളുകൾക്ക് ചെറിയൊരു തപ്പലുണ്ടായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ സാധാരണ ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇപ്പോൾ എന്താ പറയുക ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണെന്ന് അറിയാലോ. അതിനുശേഷം നമുക്ക് ഇതുപോലെ പേയ്മെൻറ്റ് അടച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടുള്ള പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് വരും. നമുക്കിതിൻ്റെ പ്രിൻ്റ് വേണമെങ്കിൽ ഓൺലൈനിൽ നമുക്ക് എടുത്ത് നമ്മുടെ കയ്യിൽ വയ്ക്കാം. ഈ പ്രിൻ്റ് നമ്മൾ മെഡിക്കൽ ലൈസൻസിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന പ്രിൻ്റാണ്. അപ്പോൾ അതിനകത്ത് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിനി അടുത്തത് ഞാൻ എൻ്റെ ഇതൊന്നും കൂടി ഞാൻ ഒന്നും കൂടി ലോഗൗട്ട് ചെയ്തിട്ട് ഞാനത് ലോഗിൻ ചെയ്ത് നോക്കുകയാണ്. ഈ പേയ്മെൻറ്റ് അവിടെ കാണിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അഗെയിൻ ഞാൻ ലോഗിൻ ചെയ്തിട്ട് ഞാനിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇത് തുറന്നു വരുന്നു. അഗെയിൻ നോക്കുമ്പോൾ നേരത്തെ കണ്ടതുപോലെയല്ല ഇവിടെ വരുന്നത്, പേയ്മെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. അതുപോലെ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം എന്നാണ് കാണിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനതും തുറന്നു നോക്കി, അപ്പോഴും നമുക്ക് റെസിപ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ. ഇനിയും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് അവർ അടുത്തൊരു മെസ്സേജും കൂടി വരും. അതായത് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാന്നുള്ളത്. അങ്ങനെ ഒരു മെസ്സേജ് വരുന്ന സമയത്ത് ഇവിടെ വരുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. ഇപ്പോൾ പേയ്മെൻറ്റ് എങ്ങനെ അടയ്ക്കേണ്ടതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഗുഡ് സ്റ്റാൻഡിങ് ഞാൻ പ്രീവിയസ്ലി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഗുഡ് സ്റ്റാൻഡിങ്ങിന് അപ്ലൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാർ ആ വീഡിയോ പോയി കാണുക. പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയേണ്ട ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറയാം.